ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ നോട്ട് ക്രാഫ്റ്റ്. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം MSN ട്രോൾ സീരീസിലാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ സിറ്റി എക്സ്പ്ലോർ ചെയ്യുകയാണ്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇനി സെർവറിൻ്റെ കുറച്ച് അപ്ഡേറ്റും കൂടെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് നമ്മളൊന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ചാനലിൽ പുതിയതായിട്ട് എത്തിയ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 2K ആണ്. ബെൽ ബട്ടൺ അമർത്തുക. ഇപ്പോൾ നമ്മൾ മൈൻക്രാഫ്റ്റ് മാത്രമാണ് ചാനലിൽ ഇടുന്നത്. ഇനി ഇത് കൂടാതെ വേറെ ഗെയിംസൊക്കെ നമ്മൾ ചാനലിൽ ഇടാൻ തുടങ്ങുന്നതായിരിക്കും. അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പവറാക്കി വെച്ചേക്കുക. ഇത് നമ്മുടെ സ്വന്തം MSN ട്രോൾ സീരീസ്. ഇത് നമ്മുടെ ഹോസ്പിറ്റലാണ്. ആരായിരുന്നു? നമ്മുടെ സോൾ കിങ് പണിഞ്ഞ ഹോസ്പിറ്റൽ. സെർവറിൻ്റെ കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഇത് കുറേ നാളായി നമ്മൾ കീബോർഡ് ആൻഡ് മൗസ് വെച്ച് കളിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, എനിവേയ്സ്, നമുക്കത് വിഷയമുള്ള കാര്യമല്ല. നമുക്ക് താഴോട്ട് ഇറങ്ങാം. ഓക്കെ, നമ്മൾ ഹോസ്പിറ്റലിലാണെന്ന് തോന്നുന്നു കഴിഞ്ഞ തവണ ലോഗൗട്ട് ആയത്. ഓക്കെ, ഈ റിസപ്ഷൻ്റെ അടുത്ത് കുതിരയൊക്കെ കൊണ്ട് നിർത്തിയേക്കുന്നത് ആരുടെ ഇത്? ഓക്കെ, നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ മറന്നു ഗൈസ് ഈ സെർവറിനകത്ത്. ഇനിയെല്ലാം പഴയ വീഡിയോ ഒക്കെ കണ്ട് ഓർത്തെടുക്കണം, അല്ല നടക്കില്ല. കുറേ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മളങ്ങനെ പുറത്തെത്തിയിരിക്കുകയാണ്. രണ്ടും അടച്ചിടാം. പുറത്ത് സോൾ കിങ്ങിൻ്റെ വീട് ഇവിടെ വന്നിട്ടുണ്ട് ഗൈസ്. ഞാൻ ഇപ്പോഴാണ് സെർവർ കയറുന്നത്. ഇവിടെ വേറെ എന്തെങ്കിലുമൊക്കെ ബിൽഡിങ് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. നമ്മൾ സോൾ കിങ്ങിൻ്റെ പുതിയ വീട്. സോൾ കിങ്ങിൻ്റെ വീട് ഏതോ ആരോ GTയുടെ പേരിൽ വന്ന് പൊട്ടിച്ചെന്നൊക്കെയാണ് സോൾ കിങ് പറഞ്ഞത്. സെർവറിലുള്ള ആരും അല്ലെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ എന്തൊക്കെ ഇവിടെ സംഭവിച്ചു. ഓക്കെ, അപ്പം ഇവിടെ കൊള്ളാലോ, നല്ല ലക്ഷറി വീടായിട്ടുണ്ട് കേട്ടോ. നമുക്കിതിനിട്ടൊരു പണി കൊടുക്കണം. ഓക്കെ, ഇവിടെ ഒരു ചെറിയ കിച്ചണൊക്കെ ഉണ്ട്. സോൾ കിങ് പാവമല്ലേ, നമുക്ക് പണിയൊന്നും കൊടുക്കണ്ട. നമുക്ക് സോൾ കിങ്ങിനെയൊക്കെ വെറുതെ വിട്ടേക്കാം. പാവം സോൾ കിങ്. എന്നാലും GT എനിക്കിട്ട് പണിതല്ല. GTക്ക് അങ്ങോട്ട് പണി കൊടുത്തിട്ടാണ്. നമ്മളെ വീട് നേരെ പണിഞ്ഞിട്ടില്ല കേട്ടോ, അതവിടെ തന്നെ ഉണ്ട്. ഇതെന്തൊരു കുറേ ചെസ്റ്റൊക്കെ പറക്കി വെച്ചിട്ടുണ്ട്. ചെസ്റ്റ് ബാരൽ, ഡെക്കറേഷൻ. അവിടെ സോൾ കിങ്ങിൻ്റെ ബെഡ്. ആർമറൊക്കെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. റിച്ചാണ്. പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്താണ് വീട്. ചുമ്മാതല്ല, എൻ്റെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് വരുന്ന റവന്യൂ ഫുൾ ഇവിടെയാണ് അടിച്ചു മാറ്റുന്നത്. പോസ്റ്റ് ഓഫീസിൽ ആൾക്കാർ എന്തിനാണ് കൊറിയർ അയക്കുന്ന ഡയമണ്ട് വരെ സോൾ കിങ് അടിച്ചു മാറ്റുന്നുണ്ട്. സോൾ കിങ്ങിൻ്റെ ബാങ്ക് അതാണ് നമ്മൾ ഒരു തവണ റോബറി നടത്തിയത്. ഇനി അവിടെ വല്ലതും ഉണ്ടോ എന്തോ? സോൾ കിങ്ങിൻ്റെ ബാങ്കൊക്കെ റോബറി അടിച്ചിട്ട് കുറേ നാളായി. എന്നിട്ട് ഇതേവരെ അവിടുത്തെ ലോക്കർ പോലും ശരിയാക്കിയിട്ടില്ല. അതാണ് സോൾ കിങ്ങിൻ്റെ ഉത്തരവാദിത്വം. എന്തായാലും നമുക്കത് നോക്കേണ്ട കാര്യമില്ല. ഇത് സോൾ കിങ്ങിൻ്റെ ബന്ധുക്കളും വല്ലതും ആണോ? രണ്ടുപേരവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. വില്ലേജസാണ്. അതൊന്നും സീനുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പുറത്തോട്ട് വരുമ്പോൾ ഓക്കെ, മൗസിന് എന്തോ ഒരു പ്രശ്നം, തിരിയാൻ കുറച്ച് പാടുണ്ട്. ഓക്കെ, അതൊക്കെ സെറ്റാവും. നമ്മൾ മൗസിനിപ്പോൾ വലിയ സ്ട്രെയിൻ കൊടുക്കുന്നില്ല. കാര്യം ഒരു മൗസ് അടിച്ചു പോയി. ഇതിപ്പോൾ രണ്ടാമത്തെ മൗസാണ്. അതുകൊണ്ട് നമ്മൾ PvP ഒന്നും അധികം ഇപ്പോൾ ട്രൈ ചെയ്യുന്നില്ല. ഇനി വെറുതെ അതായത് PvP ട്രൈ ചെയ്യാൻ പോയിട്ട് മൗസിന് സ്ട്രെയിൻ കൊടുത്ത് അവസാനം മൗസ് പണി പാളും. ഓക്കെ, ഇത് നമ്മുടെ പോസ്റ്റ് ഓഫീസ്. ഈ പോസ്റ്റ് ഓഫീസ് കണ്ടിട്ട് പോസ്റ്റ് ഓഫീസായിട്ട് തോന്നുന്നില്ലെന്ന് പലരും പറയുന്നു. ഈ സെർവറിനകത്തുള്ളവരും പറയുന്നു. ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലരും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്ന് DM പറയുകയും ചെയ്തു. പോസ്റ്റ് ഓഫീസ് കണ്ടിട്ട് പോസ്റ്റ് ഓഫീസായിട്ട് തോന്നുന്നില്ലെന്ന്. അതുകൊണ്ട് പോസ്റ്റ് ഓഫീസിന് ഞാനൊന്ന് പുതുക്കി പണിയാണ്. വൈകാതെ തന്നെ. കുറേ നാൾ കൊണ്ട് ഇവിടെ വേറെ വലിയ പ്രൊജക്റ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്യൂസ്മെൻറ്റ് പാർക്കൊക്കെ അവിടെ തന്നെ ഉണ്ടോ എന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്കൊക്കെ ചെന്ന് നോക്കണം. ഓക്കെ, ഒന്നും ഇല്ല ഇവിടെ. പിന്നെ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിലേക്ക് നമുക്ക് വരാം. ഇത് ബിൽഡ് ചെയ്ത ആളിനെ കുറിച്ചൊക്കെ കുറച്ച് പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ GTയുടെ വീടൊന്നും വന്നിട്ടില്ല. വേറെ ഇവിടെ GTയുടെ വീട് ബിൽഡ് ചെയ്യേണ്ടെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അത് വിഷയമില്ല. ഇവൻ്റെ ഇത് കുറേ നാളുകൊണ്ട് ഇവിടെ ഇങ്ങനെ
പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ഇതുവരെ പണിഞ്ഞ് തീർന്നില്ല. എന്ത് ചെയ്യാനെന്ന് പറ, ഇത്രയും വലിയൊരു ബിൽഡിങ് ഞാൻ പറഞ്ഞതാ ഇത്രയും വലുത് വേണ്ടെന്ന്, കേൾക്കത്തില്ല. ഇത്രയും വലുത് ബിൽഡ് ചെയ്യാൻ നിൽക്കുകയാണ് ഗൈസ്, ചെയ്യാനാ. നിങ്ങളെങ്കിലും ചെന്ന് GTA ചാനലിൽ ചെന്ന് GTA പറഞ്ഞ് മനസ്സിലാക്കി, ഇത് GTA കൊണ്ട് തീർക്കാനൊന്നും പറ്റൂലെന്ന്, വലിയ സാധനം. ഇനി ഇതിൻ്റെ ബാക്കിലോട്ട് കുറേ ബിൽഡ് ചെയ്യാനുണ്ട്, അതൊക്കെ എന്ന് ബിൽഡ് ചെയ്ത് തീർക്കാനാ എന്താ. അവനാണെങ്കിൽ ഒരു ദിവസം വരും, 2 കട്ട വയ്ക്കും, തിരിച്ച് ഇറങ്ങിപ്പോവും. അതാണ് GTA ചെയ്തുകൊണ്ടിരിക്കുന്ന മെയിൻ പരിപാടി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇവിടെ പോലീസ് യൂണിഫോം എടുത്തിട്ടിട്ട് മെയിൻ കളിച്ച് നടക്കും. ഇതാണ് അവൻ്റെ പരിപാടി ഇവിടെ. അല്ലാതെ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല പ്രത്യേകിച്ച്. ഓക്കെ, പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല, ഞാൻ കയറിയിട്ട് കുറേ നാളായി. ഇനി കുറച്ച് സെർവർ സൈഡിൽ നിന്നുള്ള അപ്ഡേറ്റ് പറയാം ഗൈസ്. നമ്മുടെ സെർവർ അങ്ങനെ റൺ ചെയ്ത് 1 വർഷം ആയിരിക്കുകയാണ് ഈ ഒരു സെർവർ ലോഞ്ച് ചെയ്തിട്ട്. ഓക്കെ, 1 വർഷം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി 2-3 ദിവസം കൂടെ ഉള്ളൂ ഈ ഒരു സെർവർ ലോഞ്ച് ചെയ്തിട്ട് 1 വർഷം ആവാൻ. ഓക്കെ, അപ്പോൾ അതിനിടയ്ക്ക് വെച്ച് ഇതിനകത്ത് ഒരുപാട് പ്ലെയേഴ്സ് മാറി മാറി വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ലോഞ്ച് ചെയ്ത ആ ഒരു സമയത്തുള്ളതിൽ ഞാനുണ്ട്, GT ഉണ്ട്, സോൾ കിങ് ഉണ്ട്, പിന്നെ ക്ലൗൺ അതിൻ്റെ അടുത്ത് തന്നെയാണ് വന്ന ക്ലൗണും ഉണ്ട്, പിന്നെ ലീഫ് മാസ്റ്ററിനെ നമ്മൾ ചെറിയൊരു സ്റ്റോറി കൊണ്ട് വന്നിട്ട് ഇതിൽ നിന്ന് ഒന്ന് നൈസായിട്ട് കുറച്ച് നാൾ മാറി നിന്നതാണ്. പക്ഷേ ലീഫ് മാസ്റ്റർ വീണ്ടും തിരിച്ചു വരും. ലീഫ് മാസ്റ്ററിന് പകരം വന്ന എഫ് ഗെയിമിങ് ഇനി കാണൂല സെർവറിൽ. അതുപോലെ തന്നെ സെർവറിൻ്റെ തുടക്കം മുതലേ ഉണ്ടായിരുന്ന സ്പൂക്കി ക്രാഫ്റ്റ് അല്ലെങ്കിൽ ജുഗിൽ, അവനും സെർവർ കാണൂല. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമ്മളെ ബണ്ണി ടെക്കീസ് വന്നിരുന്നു. ബണ്ണി ടെക്കീസും ഇനി കാണൂലെന്നാണ് പറയുന്നത്. ബണ്ണി ടെക്കീസ് ചിലപ്പോൾ കാണും, ചിലപ്പോൾ കാണൂല, അത് ഉറപ്പില്ല. പിന്നെ സൈസ് ക്യാറ്റ് എന്തായാലും തുടർന്ന് കാണും. പിന്നെ ഇനി ആരെങ്കിലും വേറെ എടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് കൊണ്ടുവരാം. കാര്യം വെച്ചാൽ ഇവിടെ ബിൽഡ് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് ആവശ്യമുണ്ട്. ബിൽഡ് ചെയ്യുന്ന ആൾക്കാരെ എന്തായാലും ഞാൻ കൊണ്ടുവരും ഈ ഒരു സെർവറിലോട്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 1 വർഷമായി സെർവർ തുടങ്ങിയിട്ട്, പക്ഷേ ഇതേവരെ വലിയ ബിൽഡുകളൊന്നും ഇതുവരെ ഇതിനകത്തില്ല. വലിയ ബിൽഡായിട്ട് പറയാനുള്ളത് ആ സെലിബ്രേഷൻ ഏരിയയിൽ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരുപാട് ബിൽഡുകൾ, അതെല്ലാം നല്ല അത്യാവശ്യം ഹ്യൂജാണ്. പിന്നെ GT ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൽവേ സ്റ്റേഷൻ, അതിൻ്റെ ഫ്രണ്ടിലത്തെ പോർഷൻ തന്നെ നല്ല വലുതാണ്. പിന്നെ എൻ്റെ അമ്യൂസ്മെൻറ്റ് പാർക്ക്, അത് കംപ്ലീറ്റ് ആയാൽ നല്ല വലിയ പ്രൊജക്റ്റ് ആയിരിക്കും. പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, സമയം കിട്ടുന്നില്ല, അതാണ് പ്രശ്നം. അത് നമ്മൾ ചെയ്യും. പിന്നെ ഇതിനകത്ത് കൊച്ചു കൊച്ചു ബിൽഡിംഗ് ഒക്കെ കൊണ്ടുവരണം, അതൊക്കെ നമ്മൾ ചെയ്യും. പിന്നെ ഈ ഒരു 2 സ്ട്രക്ചർ, ഇത് 2 എഫ് ഗെയിമിംഗ് ആണ് ഇവിടെ പണിതത്. ഇതും ഈ ഒരു ഷോപ്പും പിന്നെ അവിടെ ഇരിക്കുന്ന കുറച്ച് തലകളും, ആ തല മിക്കവാറും നമ്മളവിടെ നിന്ന് എടുത്ത് മാറ്റും, എല്ലാ തലയും മാറ്റും. പിന്നെ പംകിൻ്റെ ബിൽഡിങ് മാറ്റും. അപ്പോൾ അത് മാറ്റിയിട്ട് കുറച്ചുകൂടെ ഇത് നമ്മൾ മാസ്റ്ററിൻ്റെ ഒരു സ്റ്റോറിയിലോട്ട് കൊണ്ടുപോകും. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇത് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഇങ്ങനെ പറഞ്ഞു തരുന്നൊരു എപ്പിസോഡ് ആയതുകൊണ്ടാണ് ഇതുപോലെ പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ സ്റ്റോറിയൊക്കെ ഇട്ട് തട്ടിക്കുട്ടി പറഞ്ഞേനെ. പക്ഷേ അല്ല, ഇത് ഞാൻ ഇന്ന് നിങ്ങൾക്ക് സെർവർ സൈഡ് കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. അപ്പോൾ അങ്ങനെയാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പം ഈ ഒരു ഷോപ്പ് ഇനി തൊട്ട് മാസ്റ്ററിൻ്റെ ആയിരിക്കും. അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കഥയിട്ട് പറയാം. ഓക്കെ, അടുത്ത എപ്പിസോഡ് ഇട്ട് ഇത് ഒരു എപ്പിസോഡായിട്ട് നോക്കണ്ട, ഇതൊരു എപ്പിസോഡല്ല, ഇതൊരു സെർവർ സൈഡ് അപ്ഡേറ്റ് തരാനായിട്ട് ഉള്ള ഒരു വീഡിയോ മാത്രമാണ് ഇതും. അതുപോലെ നമുക്ക് ആരെങ്കിലുമൊക്കെ ബിൽഡാക്കാം. ഓക്കെ, പിന്നെ അവിടെ നമ്മുടെ സ്പൂക്കി ക്രാഫ്റ്റിൻ്റെ വീടുണ്ട്. സ്പൂക്കി ക്രാഫ്റ്റിൻ്റെ വീട് ചിലപ്പോൾ അവിടെ നിന്ന് മാറ്റും, അല്ലെങ്കിൽ അതവിടെ ഒരു പുരാവസ്തുവിനെ പോലെ തന്നെ നമ്മളവിടെ വെച്ചേക്കും. അല്ലെങ്കിൽ ഇനി ആരെങ്കിലും എടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ, അവരൊക്കെ ആയിട്ട് ഈ വീട് കൊടുക്കും. എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെയ്യും നമ്മൾ. അല്ലെങ്കിൽ ഓൾറെഡി സൈസ് ക്യാറ്റിനായിട്ട് കൊടുക്കാം. അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്. നമ്മളെ ഫയർ സ്റ്റേഷൻ അവിടെ ഉണ്ട്. ഈ പാലം കുറച്ച് പൊട്ടിയായിരുന്നു, ഇത് ഇനി ശരിയാക്കണം. പിന്നെ കുറച്ച് വീടുകൾ നമ്മൾ ഈ ഒരു റോഡ് സൈഡിൽ നിന്ന് മാറ്റുന്നൊരു പരിപാടിയുണ്ട്. അങ്ങനെ വരുമ്പോൾ GTയുടെ വീട് ഇവിടെ നിന്ന് മാറും. എൻ്റെ വീട് ഓൾറെഡി മാറ്റാൻ പോവുകയാണ്. പിന്നെ ഈ വീടും ഇവിടെ നിന്ന് മാറ്റേണ്ടി വരും. ഓക്കെ, റോഡ് സൈഡിൽ നമ്മളല്ലാത്ത സ്ട്രക്ചർ മാത്രം വെച്ചിട്ട് ബാക്കിയെല്ലാം ഇവിടെ നിന്ന് മാറ്റാനുള്ള പ്ലാനിലാണ്. അപ്പോൾ അത് ഇവിടെ നിന്ന് മാറ്റും. അപ്പോൾ അതൊക്കെയാണ് സെർവർ സൈഡ് കാര്യങ്ങൾ. നിങ്ങൾക്കിത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു തന്നില്ലെങ്കിൽ പിന്നെ ആൾക്കാരൊക്കെ മാറി വരുമ്പോൾ നിങ്ങൾ ചോദിക്കും, ഇങ്ങനെ അല്ലല്ലോ പോയത്,
അവൻ ഇതിനകത്ത് ഇല്ലെന്ന് പറഞ്ഞിട്ട് പിന്നെയും വന്നല്ലോ, ഉണ്ടായിരുന്ന ആൾ എവിടെ പോയി എന്നൊക്കെ നിങ്ങൾ ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് നേരത്തെ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് പറയാമെന്ന് വെച്ചു. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. ഇറ്റ്സ് മീ നോട്ട് ക്രാഫ്റ്റ് വെയിറ്റി സൈനിങ് ഓഫ്. ബൈ.